നേരത്തെ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ സംയമനം പാലിച്ചു. പിന്നീട് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും സംയമനം പാലിച്ചു. ഏത് സമയത്തും സംയമനം പാലിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സർക്കാർ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചു. തിരിച്ചടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഭംഗിക്ക് നല്ല അടി വെച്ചു. അടി മോശമായി പോയി എന്ന് ആരും പറയില്ല. അടി കിട്ടിയവരും പറയില്ല, കൊടുത്തവരും പറയില്ല, കണ്ടുകൊണ്ടുവന്നവരും പറയും. പാകിസ്ഥാനും പലതരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ കുറേ വിമാനങ്ങൾ അവർ വെടിവെച്ച് വീഴും, പിന്നെ ടാങ്കുകൾ തകർത്തു എന്നൊക്കെ. പക്ഷെ അതൊന്നും ഇവിടെ കാണുന്നില്ല. ഇവർ വായ കൊണ്ട് മാതളം കൊട്ടുന്നതിൽ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യുദ്ധത്തിന് പോകാൻ മടിയുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല. നമ്മൾ മറ്റേ ശത്രുവിൻ്റെ എന്തെങ്കിലും തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല യുദ്ധം. തീവ്രവാദികളെ തുരത്താനായിട്ട് യുദ്ധം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. തീവ്രവാദികളെ തുരത്തണമെങ്കിൽ പാകിസ്ഥാൻ തന്നെ ഇല്ലാട്ടോ. രണ്ടാമത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസായം തകർന്നെടുക്കും. ഒരു കിലോ ഏത്തപ്പഴം മേടിക്കണമെങ്കിൽ രൂപ 500 കൊടുക്കും എന്നതാണ് അവിടുത്തെ അവസ്ഥ. അതേസമയത്ത് പല ആളുകളും ഇവിടെ യുദ്ധം വേണം, ഉടനെ യുദ്ധം ഉണ്ടാകും എന്ന് ചില ടെലിവിഷൻ ചാനലുകാരും ഒക്കെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നം. ഈ 4 പ്രതികളെ കാശ്മീരിൽ ചെന്നിട്ട് പ്രതികളെ വരുവിൻ കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്ന ആളുകളൊന്നുമല്ല. അങ്ങനെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു വെടിനിർത്തലിൽ ചെന്ന് താൽക്കാലത്തേക്ക് അവസാനിക്കുക. ഈ പ്രശ്നം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, നാളെ മറ്റന്നാളൊന്നും തീരുന്നതല്ല. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഇന്ത്യയുടെ വിഭജനം ആ കൂട്ടത്തിൽ തന്നെ നടന്നു. അന്ന് മുതൽക്ക് ഇന്ന് വരെ ലൈവായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ 2 രാജ്യങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഇടയ്ക്കിടെ ഉണ്ടാകാറുള്ള സംഘർഷങ്ങളും. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് ആപ്പിൾ ഓഫ് ഡിസ്കോർഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അത് കാശ്മീരാണ്. കാശ്മീർ മുസ്ലിം ഭൂരിപക്ഷമുള്ളതായിട്ട് പാകിസ്ഥാന് കിട്ടണം എന്നവർ ആഗ്രഹിക്കുന്നു. അത് ഇന്ത്യയിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം എന്ന് നമ്മളും ആഗ്രഹിക്കുന്നു. സ്വാഭാവികമായിട്ടും പലപ്പോഴും സംഘർഷങ്ങൾക്ക് ഇത് കാരണമായിട്ടുണ്ട്. ഇനിയും അങ്ങനെയൊക്കെ തന്നെ തുടരും എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഇപ്പോൾ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ പഹൽഗാമിൽ വിനോദസഞ്ചാരത്തിന് പോയ 26 ഹതഭാഗ്യന്മാർ ഈ പാകിസ്ഥാൻ നിയന്ത്രിക്കുന്ന തീവ്രവാദികളുടെ വെടിയേറ്റ് മരിച്ചു. അത് വൈകാരികമായിട്ട് മനുഷ്യത്വപരമായിട്ട് രാജ്യത്ത് വലിയൊരു വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചു, വികാര വേലിയേറ്റം ഉണ്ടാക്കി. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കൈകെട്ടിയിരിക്കാൻ പറ്റുകയില്ല. നേരത്തെ പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായപ്പോൾ നമ്മൾ സംയമനം പാലിച്ചു. പിന്നീട് മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോഴും സംയമനം പാലിച്ചു. ഏത് സമയത്തും സംയമനം പാലിക്കാൻ പറ്റുകയില്ല. ഈ സംയമനം പാലിക്കുന്നത് തീർച്ചയായിട്ടും ഇതുപോലെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകൾക്ക് ഉത്തേജകമായിട്ട് മാറുകയുള്ളൂ. അതുകൊണ്ട് സർക്കാർ തിരിച്ചടിക്കും എന്ന് പ്രഖ്യാപിച്ചു. തിരിച്ചടിക്കുകയും ചെയ്തു. അടിച്ചപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് ഭംഗിക്ക് നല്ല അടി വെച്ചു കൊടുത്തു. അടി മോശമായി പോയി എന്ന് ആരും പറയില്ല. അടി കിട്ടിയവരും പറയില്ല, കൊടുത്തവരും പറയില്ല, കണ്ടുകൊണ്ടുവന്നവരും പറയില്ല. കാരണം അത്രയും ശാസ്ത്രീയമായിട്ട് ഈ തീവ്രവാദികളുടെ ഒളിത്താവളങ്ങൾ കണ്ടെത്തി അവിടേക്ക് മിസൈൽ അയച്ചും അവിടേക്ക് ബോംബ് എറിഞ്ഞുമാണ് ഈ കൃത്യം നിറവേറ്റിയത്. അപ്പോൾ പാകിസ്ഥാൻ്റെ തീവ്രവാദ ശൃംഖലയ്ക്ക് വലിയ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ തന്നെ ധാർമ്മിക മൂല്യങ്ങൾക്ക് ഒരു തട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവർ മൊറൈലിനെ ബാധിച്ച ഒരു വിഷയമാണ്. പാകിസ്ഥാനും പലതരത്തിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. ഇന്ത്യയുടെ കുറേ വിമാനങ്ങൾ അവർ വെടിവെച്ച് വീഴിച്ചു, പിന്നെ ടാങ്കുകൾ തകർത്തു എന്നൊക്കെ. പക്ഷേ അതൊന്നും ഇവിടെ കാണുന്നില്ല. ഇവർ വായ കൊണ്ട് മാതളം കൊട്ടുന്നതിൽ വിദഗ്ധന്മാരായിട്ടുള്ള ആൾക്കാർ. അപ്പോൾ അതിനപ്പുറത്തേക്ക് പ്രത്യേകിച്ചൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് അമേരിക്ക ഇടപെട്ടിട്ട് ഈ വെടിനിർത്തൽ എന്ന ആശയത്തിലേക്ക് എത്തുന്നത്. സത്യത്തിൽ വെടിനിർത്തൽ എല്ലാ ആളുകൾക്കും ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു യുദ്ധത്തിന് പോകാൻ മടിയുണ്ടായിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകിച്ച് ഫലമില്ല. നമ്മൾ മറ്റേ ശത്രുവിൻ്റെ എന്തെങ്കിലും തട്ടിപ്പറിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ല യുദ്ധം ചെയ്യണം. തീവ്രവാദികളെ തുരത്താനായിട്ട് യുദ്ധം കൊണ്ട് മാത്രം സാധിക്കുകയില്ല. തീവ്രവാദികളെ തുരത്തണമെങ്കിൽ പാകിസ്ഥാൻ തന്നെ ഇല്ലാണ്ടോ. അല്ലാതെ കണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാവുകയില്ല. ഒന്ന്. രണ്ടാമത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ്റെ സമ്പദ് വ്യവസായം തകർന്നു കിടക്കുകയാണ്. ഒരു കിലോ ഏത്തപ്പഴം മേടിക്കണമെങ്കിൽ രൂപ 500 കൊടുക്കണം എന്നുള്ളതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സമരം എവിടെയെങ്കിലും വെച്ച് തീർക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനും ഒരുപോലെ യുദ്ധവിരാമം ആവശ്യപ്പെടുന്ന സമയത്ത്, അതേ സമയത്ത് പല ആളുകളും ഇവിടെ യുദ്ധം വേണം, ഉടനെ യുദ്ധം ഉണ്ടാകും എന്ന് ചില ടെലിവിഷൻ ചാനലുകാരും ഒക്കെ ഇങ്ങനെ ആക്രോശിച്ചുകൊണ്ട് ആർത്ത് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം വയറ്റിപ്പഴപ്പിൻ്റെ പ്രശ്നമാണ്. കൂടുതൽ ആളുകൾ കാണണമെങ്കിൽ യുദ്ധം ഇപ്പോൾ ഉണ്ടാകും, യുദ്ധം നാളെ കഴിഞ്ഞ് വൈകുന്നേരം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞാലേ ഫലമുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിലാണ് അമേരിക്ക ഇടപെടുന്നത്. അമേരിക്ക യുദ്ധം നിർത്താൻ ഇന്ത്യയോട് ആവശ്യപ്പെടുന്നു, പാകിസ്ഥാനോട് ആവശ്യപ്പെടുന്നു. യുദ്ധമൊന്നുമില്ല, ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ പറയുന്നു, വെടിനിർത്താൻ പറയുന്നു. 2 രാജ്യങ്ങൾ ഈ ആവശ്യം അമേരിക്കയിൽ നിന്ന് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അത് വന്ന ഉടനെ തന്നെ വെടിനിർത്തലിന് സമ്മതിക്കുന്നു. വെടിനിർത്തൽ യാഥാർത്ഥ്യമാകും. ചെറിയ അസ്വാരസ്യങ്ങളൊക്കെ അതിന് ശേഷം ഉണ്ടായി എങ്കിൽ പോലും തൽക്കാലം സമാധാനത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലവിൽ വന്നിരിക്കുകയാണ്.
അപ്പോൾ നമ്മളിതിലെല്ലാവരും അമേരിക്കയോട് കടപ്പെട്ടവരാണ്. പലരും അമേരിക്ക എന്തിനാണ് ഇടപെട്ടത്? അമേരിക്ക ഇടപെടിക്കാതെയല്ലേ ഇത്ര നാൾ കാശ്മീർ പ്രശ്നം കൈകാര്യം ചെയ്തത്? നരേന്ദ്രമോദിയായിട്ട് അമേരിക്കയെ ഇതിലേക്ക് വലിച്ചഴിച്ചു എന്നൊക്കെ പറയണ്ട, അതിൽ യാതൊരു അർത്ഥമില്ല. ഈ കാശ്മീർ പ്രശ്നം ഉണ്ടായ അന്ന് മുതൽ തന്നെ ഇത് അന്താരാഷ്ട്രവൽക്കരിക്കപ്പെട്ടൊരു പ്രശ്നമാണ്. ഇത് UN മുമ്പിൽ പല പ്രാവശ്യം പോയ പ്രശ്നമാണ്. UN വേദികളിൽ ഉന്നയിക്കപ്പെട്ടതാണ്. അമേരിക്ക ഈ വിഷയത്തിൽ പലതവണ ഇടപെട്ടിട്ടുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ ഇടപെടൽ പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ ഈ വൻശക്തികൾ ഇടപെട്ടാണ് പല സന്ദർഭങ്ങളിലും അതിൻ്റെ വ്യാപ്തി കുറച്ചിരുന്നത്, അതിൻ്റെ ഗൗരവം കുറച്ചിരുന്നത്, അതിനെ ലഘൂകരിച്ചിരുന്നത് ഒന്നുകിൽ സോവിയറ്റ് യൂണിയൻ അല്ലെങ്കിൽ അമേരിക്കയുടെ ശക്തമായ ഇടപെടലാണ്. അതറിയാതെയാണ് ആളുകൾ അമേരിക്ക അങ്ങനെ ചെയ്തേ, അമേരിക്ക ഇങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞ് ലേള ഉണ്ടാക്കുന്നത്. 1965 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഭയങ്കരമായ യുദ്ധം ഒത്തീർപ്പായത്, വെടിനിർത്തിയത്. അതിന് ചർച്ചകൾക്ക് മധ്യസ്ഥത വഹിച്ചാൽ അന്നത്തെ UN സെക്രട്ടറി ജനറൽ ഊദാന്തായിരുന്നു. പക്ഷേ ഊദാന്തിൻ്റെ മേലും അതുപോലെ ഇന്ത്യയുടെ മേലും പാകിസ്ഥാൻ്റെ മേലും ഒരുപോലെ സമ്മർദ്ദം പ്രയോഗിച്ച രാഷ്ട്രമാണ് അമേരിക്ക. അന്ന് അമേരിക്കൻ പ്രസിഡൻറ്റ് ജോൺ എഫ് കെന്നഡി ആയിരുന്നു. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇത് ചെയ്യാറുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ പിന്നെ തവണ യുദ്ധം നടക്കുമ്പോൾ അന്ന് അമേരിക്ക പാകിസ്ഥാൻ്റെ ഭാഗത്തും സോവിയറ്റ് യൂണിയൻ ഇന്ത്യയുടെ ഭാഗത്തും ശക്തമായിട്ടുണ്ടായിരുന്നു. 65 യുദ്ധം തന്നെ തീർന്നത് താഷ്കൻഡ് ഉടമ്പടിയിലാണ്. താഷ്കൻഡിൽ സോവിയറ്റ് യൂണിയനാണ് ആദ്യ അവസാനം ഉണ്ടായിരുന്നത്. സോവിയറ്റ് പ്രധാനമന്ത്രിയായിരുന്ന അലക്സി കോസിജിൻ ആണ് വ്യവസ്ഥകൾ തയ്യാറാക്കിയത്. ആ വ്യവസ്ഥകൾ ഇന്ത്യക്കും താല്പര്യമുള്ളതായിരുന്നില്ല, പാകിസ്ഥാനും ഒട്ടും തന്നെ അംഗീകരിക്കാൻ പറ്റാവുന്നവയായിരുന്നില്ല. പക്ഷേ അദ്ദേഹം പിടിച്ച പിടിയാലെ ലാൽ ബഹദൂർ ശാസ്ത്രിയെ കൊണ്ടും ജനറൽ അയൂബ് ഖാനെ കൊണ്ടും ഒപ്പിടിച്ചിട്ടാണ് യുദ്ധം തീർത്തത്. അപ്പോൾ ഇത് ഏത് സമയത്തുള്ളതാണ്, പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വാഭാവികമായിട്ടും യുദ്ധം തീർന്നതിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. കാരണം രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ അത് പാടെ തകിടം മറിക്കുമായിരുന്നു. നമ്മുടെ നാട്ടിൽ ഈ പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും ക്ഷാമവുമൊക്കെ വളരെ രൂക്ഷമാകുമായിരുന്നു. അങ്ങനൊരു അപകട അവസ്ഥ ഒഴിവായി. പിന്നെ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ ഒരു ശക്തമായി തിരിച്ചടി കൊടുത്തു എന്ന ഒരു മനസ്സമാധാനം അവർക്കുമുണ്ട്. ഇതാണ് അവിടുത്തെ ഒരു പ്രധാന സംഗതി. അപ്പോൾ ഇങ്ങനെ വെടിനിർത്തൽ ഉണ്ടായതുകൊണ്ട് രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ അത് ബാധിച്ചില്ല. അല്ലെങ്കിൽ എത്ര കോടി രൂപയുടെ ചിലവുണ്ടാവും ഒരു യുദ്ധം എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഒരു കലാമിറ്റി ഒഴിവായി. പിന്നെ ഇവിടെ ചില ആളുകൾ പറയുന്ന ഒരു പ്രധാന പോരായ്ക, ഈ തോക്കുമായി വന്ന് ഈ ആളുകളെ 26 പേരെ വെടിവെച്ചു കൊല്ലുകയും കുറേ പേരെ പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്ത തീവ്രവാദികളുണ്ടല്ലോ, അവരെ ഇതുവരെ സർക്കാരിന് പിടിക്കാൻ പറ്റിയില്ല. അവരെ പിടിക്കാത്തിടത്തോളം കാലം ഇങ്ങനെ ഒരു വെടിനിർത്തലിന് പ്രസക്തിയുമില്ല എന്നാണ്. അത് തികച്ചും തെറ്റായൊരു വാദമാണ്. ഈ 4 പ്രതികളെ കാശ്മീരിൽ ചെന്നിട്ട് പ്രതികളെ വരുവിൻ കീഴടങ്ങുവിൻ എന്ന് പറഞ്ഞാൽ കീഴടങ്ങുന്ന ആളുകളൊന്നുമല്ല. അവർ പാകിസ്ഥാനിലേക്ക് കടന്നിട്ടുണ്ടാവും. അവിടെ പോയി അന്വേഷിച്ച് അവിടെ ലൊക്കേറ്റ് ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ സർക്കാരിനുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, കൗതുകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ പഹൽഗാമിൽ തീവ്രവാദി ആക്രമണം ഉണ്ടായപ്പോൾ ഇത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സെക്യൂരിറ്റി ലാപ്സ് കൊണ്ടാണ് സംഭവിച്ചത് എന്ന് വാദിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് തിരിച്ചടിക്കാൻ വൈകുന്നത് എന്ന് പറഞ്ഞ് ഈ ആക്രോശം മുഴക്കിയത്. തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഇത് വലിയ യുദ്ധത്തിലേക്ക് പോവുകയാണ്. നമുക്ക് യുദ്ധം വേണ്ട, സമാധാനം മതി എന്ന് പറഞ്ഞ് ഇവർ തന്നെയാണ്. സമാധാനം ഉണ്ടാക്കിയപ്പോൾ ഇതാർക്ക് വേണ്ടിയിട്ടാണ് സമാധാനം ഉണ്ടാക്കിയത്? ഞങ്ങൾക്ക് സമാധാനമല്ല, യുദ്ധമാണ് വേണ്ടത്. എന്തുകൊണ്ട് പാകിസ്ഥാനെ ഒരു പാഠം പഠിപ്പിക്കുന്നില്ല എന്ന് ചോദിക്കുന്നത് ഇവർ തന്നെയാണ്. അപ്പോൾ ഈ ചോദ്യകർത്താക്കളുടെ ഉദ്ദേശം മറ്റ് പലതുമാണ്. കാശ്മീരിലെ സമാധാനമോ അല്ലെങ്കിൽ പഹൽഗാമിൽ മരിച്ച ആളുകളുടെ കുടുംബത്തിന് അർഹമായ നീതിയോ ഒന്നുമല്ല.